ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നാടൊന്നായി മുറവിളി കൂട്ടിയ അനുഭവം. നിങ്ങളുടെ ഹൃദയത്തിന്റെ സ്വപ്നത്തിന്റെ പ്രാർത്ഥനയുടെ തേരിലേറിയാണ് വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്. കേരളത്തിന്റെ പ്രിയങ്കരനായ പൂക്കി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറ് ഇന്നലെ ഞായറാഴ്ച 2 പൊതുപരിപാടിയിൽ പങ്കെടുത്തു. ഒരു പരിപാടിയിൽ നമ്മുടെ മമ്മൂക്ക ഉണ്ടായിരുന്നു. മമ്മൂക്ക വി.ഡി. സതീശൻ സാറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടാതെ പറവൂര് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ലാലേട്ടനും കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കൂടാതെ ഒരു മുത്തശ്ശി, അത്യാവശ്യം പ്രായമായ ഒരമ്മ സ്റ്റേജിലേക്ക് ചെന്ന് വി.ഡി. സതീശൻ സാറിനെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടു, ലാലേട്ടനെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടു. ആ സമയത്ത് ഞാൻ നമ്മുടെ പഴയ മുഖ്യമന്ത്രിയെ ഒന്ന് ആലോചിച്ചു പോയി. അദ്ദേഹമായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? കടക്കുപുറത്ത് ഇതായിരിക്കും, അല്ലയോ? പലതവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ന വലിയ രാജ്യത്തെ ഒരു കൊച്ചു സംസ്ഥാനം നമ്മുടെ കേരളം, ഇവിടുത്തെ മുഖ്യന് എന്തിനാണ് ഇത്രയും വലിയ സെക്യൂരിറ്റി? പഴയ മുഖ്യമന്ത്രിക്ക് സെക്യൂരിറ്റി വേണം, അത്രയും തന്നെ സെക്യൂരിറ്റി വേണം, പണ്ടുണ്ടായിരുന്നത് പോലെ തന്നെ. കാരണം സാധാരണക്കാരുടെ കൈ കിട്ടിയ ചിലപ്പോൾ 2 ചാമ്പാൻ തോന്നും. പക്ഷെ ഈ മുഖ്യമന്ത്രിക്ക് ആ ഒരു പേടിയില്ല. സാധാരണക്കാരെ അടുത്തോട്ടൊക്കെ വിളിച്ച് അവരെ കെട്ടിപ്പിടിക്കാനൊക്കെ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതിനൊരു കയ്യടി അത് കൊടുത്തേ പറ്റുള്ളൂ, അല്ലേ? നിങ്ങളും കയ്യടിക്കുക ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നുകൊണ്ട്. അപ്പോൾ നമുക്ക് വളരെ വിശദമായിട്ട് കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് എല്ലാവരും തരണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറത്ത് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലും ഒന്ന് എല്ലാവരും ക്ലിക്ക് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ രാവിലെ നമ്മുടെ MLA അനിൽകുമാർ സാറിന്റെ മകന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു പൊതുപരിപാടിയിൽ വി.ഡി. സതീശൻ സാറ് പങ്കെടുക്കുന്നു. അവിടെ മമ്മൂക്ക ഉണ്ടായിരുന്നു. മമ്മൂക്ക കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. ഞാൻ 2-3 സിനിമകളിൽ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്നാടിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും കേരളത്തിന്റെയും ഒക്കെ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കുന്നത് വളരെ കുറച്ചു കാലത്തേക്കാണ്. അഭിനയവും പരിചയവും കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാകാവുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ യഥാർത്ഥത്തിലൊരു മുഖ്യമന്ത്രിയായിരിക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. ഒരു വലിയ ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ സതീശൻ അവരുടെ ചുമരിൽ എത്തിയിരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. എല്ലാ തരം ജനങ്ങളെയും സന്തോഷിപ്പിക്കുകയും എല്ലാ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും എല്ലാ ജനങ്ങളെ കേൾക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ്. മമ്മൂക്ക ആർക്കിട്ടോ എവിടെയോ ഒരു കൊട്ട് കൊടുത്തതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? എനിക്ക് തോന്നി, സീരിയസ്ലി എനിക്ക് തോന്നി. ജനങ്ങളെ കേൾക്കാൻ നിൽക്കുക എന്നൊരു കാര്യം മമ്മൂക്ക പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ശരിയാണ്. ഒരു ജനപ്രതിനിധി ആകുമ്പോൾ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുമ്പോൾ AC കാറിൽ അങ്ങോട്ട് ഞെളിഞ്ഞിരിഞ്ഞ് റോട്ടിലൂടെ പാഞ്ഞങ്ങോട്ട് പോയി ആൾക്കാർ, പ്രജകൾ അവരെയൊക്കെ അങ്ങോട്ട് 2 കിലോമീറ്റർ ദൂരത്തോട്ട് മാറ്റി നിർത്തി ആ പരിപാടി കാണിച്ചാൽ ഇവിടെ ഇനി വേവില്ല. മനസ്സിലായില്ലേ? അതാണ് ഈ അവസാന എലക്ഷൻ അങ്ങോട്ട് സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ സാറിനോട് തുടക്കം കൊള്ളാം, നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുക. ഇപ്പോൾ ജനങ്ങളോട് കാണിക്കുന്ന ഒരു സ്നേഹം, അവർ തിരിച്ച് നിങ്ങൾക്ക് തരുന്നൊരു സ്നേഹം, ആ സ്നേഹം എന്നെന്നും നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. കുറച്ച്, മനസ്സിലായില്ലേ? ഒരുപാടൊന്നും ഞങ്ങൾ ആരും ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല. കുറച്ചൊക്കെ ചെയ്തു തരിക. കൂടാതെ ജനങ്ങളെ ഒന്ന് മാനിക്കുക. മനസ്സിലായോ? ഞങ്ങൾ മനുഷ്യരാണ് എന്നുള്ളൊരു കാര്യം മാനിച്ചാൽ മതി. അത് വി.ഡി. സതീശൻ സാറിനോടായിട്ടല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരോടായിട്ടാണ് പറയുന്നത്. അത് മതി. വി.ഡി. സതീശൻ എന്ന മനുഷ്യൻ അത് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനോട് ജനങ്ങൾക്ക് ഇത്രയും സ്നേഹം. മനസ്സിലായില്ലേ? ചിരിക്കാൻ അറിയാം അറ്റ്ലീസ്റ്റ് ആ മനുഷ്യന്, അത് മതി. അതിൽ ഞങ്ങൾ ഹാപ്പിയാ, അല്ലേ? സത്യമല്ല ഞാൻ ഈ പറയുന്നത്? ചിരിക്കാൻ അറിയുന്നൊരു മുഖം. പണ്ടത്തെ മുൻ മുഖ്യൻ എന്തായിരുന്നു? ഒന്നും ഓർമ്മിപ്പിക്കണ്ടല്ലോ, അല്ലേ? എല്ലാവർക്കും അത് നല്ല ഓർമ്മ മറ്റേ കുത്തുന്ന സമയത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ വീട്ടിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നത്. പിടികിട്ടിയോ? ഇപ്പോഴും മറ്റേ മുഖം ഇങ്ങനെയാ ഇരിക്കുന്നത്.
എന്തിനാണ് ഇത്ര ഹെഡ് വെയിറ്റ്? എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്. എന്തിനാ ഇത്ര ഹെഡ് വെയിറ്റ്? നമുക്ക് ബാക്കി കേൾക്കാം. മന്ത്രിമാരെ നിയന്ത്രിക്കുകയും മന്ത്രിമാരെ നേതൃത്വം വഹിക്കുകയും ചെയ്യേണ്ട ചുമതലയാണ്. ഒരു സംസ്ഥാനത്തിന്റെ എല്ലാ കാര്യത്തിന്റെയും ചുമതല ഇനി മുഖ്യമന്ത്രിക്കാണ്. ഇത് വളരെ നീതിപൂർവം നിർവഹിക്കേണ്ട വരും കാലങ്ങളിലെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് എല്ലാ അനുമോദനങ്ങളും അർപ്പിക്കുകയും അതിലോട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉത്സാഹപൂർവം നീതിപൂർവം നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. കൊച്ചി പൗരാവലിയുടെ ഈ സ്വീകരണത്തിൽ, അദ്ദേഹത്തിന് നൽകുന്ന സ്വീകരണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഓക്കെ, മതിയല്ലോ അല്ലേ? അപ്പം എന്താണെങ്കിലും മമ്മൂക്ക ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. കൂടാതെ ലാലേട്ടൻ പുറകെ വരുന്നുണ്ട്. ലാലേട്ടൻ എത്തി. ലാലേട്ടനും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പറവൂർ വെച്ചിട്ടുള്ള പരിപാടിയിൽ. ലാലേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾപ്പിക്കാം. ലാലേട്ടൻ അവിടെ വേറെയും ലാലേട്ടൻ്റേതായിട്ടുള്ള, ലാലേട്ടൻ നമ്മുടെ നാടിനെ പറ്റി ബ്ലോഗിലൊക്കെ എഴുതിയിടുന്ന കാര്യങ്ങൾ, പുള്ളിക്ക് ഈ നാട്ടിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. മമ്മൂക്ക ഇവിടെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു, നല്ല ആശംസകളൊക്കെ നേരുന്നു. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയ്ക്കാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം കാണും. പക്ഷേ ഒരു ജനപ്രതിനിധി, ഒരു മുഖ്യൻ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവിടെ വന്ന് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു പോകുന്ന ഒരു മമ്മൂക്കയെ എനിക്ക് കാണാൻ സാധിച്ചു. മനസ്സിലായില്ലേ? അത് മമ്മൂക്ക മാത്രമല്ല, ലാലേട്ടനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ അവരെല്ലാവരും ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെല്ലാവരും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മുന്നോട്ട് നല്ലൊരു മുഖ്യമന്ത്രി ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. ജനങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഈ മുഖ്യനെ, ഇല്ലേ? വി.ഡി. സതീശൻ എന്ന വ്യക്തിയെ ഇന്ന് വരേക്കും അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഇത്ര ദിവസങ്ങളായിട്ടും ഇതുവരെയായിട്ടും അദ്ദേഹത്തിനോട് ഒരു വെറുപ്പ് തൽക്കാലം ആർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലായോ? എല്ലാവർക്കും സ്നേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചിരി മെയിനായിട്ട് അവിടെ ഒരാളോടും കടക്ക് പുറത്ത് എന്ന് ഇതുവരെ പറയാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് സ്നേഹമുണ്ട്. ഇനി നല്ലത് ഞങ്ങൾക്ക് ചെയ്തു തരിക. മനസ്സിലായോ? ഈ KSRTCയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു ഇത്തിരി പുള്ളിയുടെ ഒരു പരിപാടിയോട് അത്ര അങ്ങോട്ട് യോജിപ്പില്ലാത്തത്. അത് പ്രോപ്പറായിട്ട് അതിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയാൽ, അതായത് ഈ സ്ത്രീകൾക്ക് എല്ലാവർക്കും അങ്ങനെയല്ല, അത് പ്രോപ്പറായിട്ട് ഏത് തരത്തിലുള്ള സ്ത്രീകൾക്ക്, അതായത് ഏത് കാറ്റഗറി, ഒരു 40 വയസ്സിനോ അല്ലെങ്കിൽ 50 വയസ്സിനോ മേലുള്ള സ്ത്രീകൾക്ക് അങ്ങനെയൊക്കെ കൊടുത്ത പിന്നെയുണ്ട്. അല്ലാതെ ഇവിടെ ജോലി ചെയ്ത് കാശ് ഒരുപാട് സമ്പാദിക്കുന്ന സ്ത്രീകളുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ കിട്ടിയോ? സ്ത്രീകൾ അത്ര പുറകോട്ടുള്ളവരൊന്നും അല്ല. അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ളവർ എന്തിനാണ് ബസ്സിൽ കയറുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട്, ബസ്സിൽ കയറാത്തവരായിട്ട് ആരും കാണത്തില്ലേ? സ്വന്തമായിട്ട് കാറും ബൈക്കും ഉള്ളവരാണെങ്കിലും ഏതെങ്കിലുമൊക്കെ സമയത്തൊന്ന് കയറി പോകും. ബസ്സിൽ കയറണം, നമ്മൾ കയറി ഇരിക്കണം. ആ സമയത്ത് കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തു തന്നെ യാത്ര ചെയ്യട്ടെന്നേ. കാറ്റഗറൈസ് ചെയ്യുക ഏത് കൈൻഡ് ഓഫ് ആളുകൾക്ക്, അങ്ങനെയുള്ള പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊരാഗ്രഹം ഈ KSRTCയുടെ കേസിൽ ഇവർ മുന്നോട്ട് പോകുന്നതിനോട് എനിക്ക് പറയാൻ ഒരു ചെറിയ അഭിപ്രായമുള്ളത് അത് മാത്രമാണ്. ഇനി അടുത്തത് ലാലേട്ടൻ, അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ, നമുക്കിനി അതിലേക്ക് പോകാം. ഒരു ദേശത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ ഒരു നാടിന്റെ തന്നെ മുഖ്യനായി മാറിയ അനർഘ നിമിഷം. ഈ നിമിഷത്തെ അഭിസംബോധന ചെയ്ത് എന്ത് പറയണം എന്ന് എനിക്കൊരു കൃത്യമായ ഒരു രൂപമില്ല. എന്നാലും ഞാൻ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ അടക്കമുള്ള മലയാളികളുടെ പ്രതീക്ഷകളുടെ ഭാരം എത്രയുണ്ട് എന്ന് പ്രിയപ്പെട്ട സതീശൻ സാറിനിപ്പോൾ അറിയുന്നുണ്ടാവാം. അത്രമാത്രം പ്രതീക്ഷകളോടെയാണ് കേരളം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി അവരോധിച്ചത്. ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നാടൊന്നായി മുറവിളി കൂട്ടിയ അനുഭവം സത്യമാണ് അല്ലേ? നമ്മളെല്ലാവരും കണ്ടതാണ് ദിവസങ്ങൾക്ക് മുമ്പായിട്ടത്. വി.ഡി. സതീശൻ മതി കേരളത്തിൽ എന്ന് ജനങ്ങളാണ് തീരുമാനിച്ചത്, ഹൈക്കമാൻഡ് അല്ല. ഹൈക്കമാൻഡ് ആണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല. കാരണം ഒരുപാട് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി, ഹൈക്കമാൻഡ് അത് കണ്ടു. അതുകൊണ്ടാണ് അവസാനം അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കാരണം ഹൈക്കമാൻഡിൽ ഭൂരിഭാഗം ആളുകളും KC വേണുഗോപാൽ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ജനങ്ങളുടെ മുറവിളി, ജനങ്ങൾ ഇറങ്ങി തെരുവിലേക്ക്. വി.ഡി. സതീശൻ മതി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹമാണ് UDF എന്ന പാർട്ടിയെ, കോൺഗ്രസ് എന്ന പാർട്ടിയെ കേരളത്തിൽ നയിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മതി എന്ന്
ജനങ്ങൾ തീരുമാനിക്കുന്നു, അത് ഹൈക്കമാൻഡ് കേൾക്കുന്നു. അങ്ങനെ കേരളത്തിൽ വന്ന ഒരു മന്ത്രിയാണ് VD സതീശൻ എന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് എന്നും ജനങ്ങളോടൊരു സ്നേഹം ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ആ ഒരു വിശ്വാസത്തെ അദ്ദേഹം കാത്തു സൂക്ഷിക്കട്ടെ. അങ്ങനെ കാത്തു സൂക്ഷിച്ചാൽ ഉറപ്പായിട്ടും 5 അല്ല അതിൻ്റെ അപ്പുറത്തേക്കും പോകും. ഇല്ലേ? കുത്തത്തില്ല. ഇനി നമുക്ക് നല്ലത് കിട്ടിയാൽ കുത്തും. ബാക്കി കേൾക്കാം. കേരള ചരിത്രത്തിൽ തന്നെ വിരളമായിരിക്കും. പരവൂരിന് മാത്രമല്ല കേരളത്തിനാകെ ഈ ഒരാളെ വേണം എന്ന് തോന്നാൻ കാരണം എന്താണ് എന്ന് ഞാൻ ആ ദിവസങ്ങളേറെ ആലോചിച്ചിട്ടുണ്ട്. സത്യസന്ധത, സുതാര്യത. ബഹുമാനപ്പെട്ട സതീശൻ സാറിന് ഇവ രണ്ടും പ്രകടമാണ്. ജീവിതത്തിൽ അങ്ങോളം മറ്റെന്തൊക്കെ കൈമോശം വന്നാലും ഇവ രണ്ടും കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായ ശ്രീ VD സതീശൻ സാർ നെഹ്റുവിനെ പോലെ വലിയൊരു ഡ്രീമർ ആവാതെ തരമില്ല. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിലൂടെ കേരളം മഴവിൽ ഭംഗിയോടെ വളരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അത്തരം ഒരു നാടിനെ സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സത്യസന്ധത, ലാലേട്ടൻ പറഞ്ഞതുപോലെ സത്യസന്ധത, അത് VD സതീശൻ എന്ന വ്യക്തിക്ക് കാത്തു സൂക്ഷിക്കാനാകട്ടെ. മനസ്സിലായില്ലേ? കേരളത്തിലെ ജനങ്ങളോട് മാത്രമാണ് നിങ്ങൾക്ക് കടപ്പാടുണ്ടാവേണ്ടത്, അല്ലാതെ വേറെ ആരോടുമല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചിലപ്പോൾ VD സതീശൻ സാർ പറയും പാർട്ടിയാണല്ല, പക്ഷെ പാർട്ടിക്കും അപ്പുറം ജനങ്ങൾ. അത് മറക്കാതിരിക്കണം. അതെന്നും നിങ്ങൾ ഓർക്കുമെന്നൊരു വിശ്വാസം ഇവിടുത്തെ ഓരോ മലയാളിക്കുമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയ വ്യക്തികൾക്കുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മനസ്സിലായോ? ഞാൻ ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ നിമിഷങ്ങളിൽ VD സതീശൻ എന്നൊരു വ്യക്തി ആകണം മുഖ്യമന്ത്രി എന്ന് പലരും ഇവിടെ പറയുമ്പോഴും ഞാൻ ചിന്തിച്ചത് ഒരൊറ്റ കാര്യമുള്ളൂ. ആരും ആയിക്കോട്ടെ, ജനങ്ങൾക്ക് നല്ലത് സംഭവിക്കണം, അത് ആരായാലും. മനസ്സിലായോ? അത്ര ഞാൻ ചിന്തിച്ചുള്ളൂ. ഇപ്പോൾ VD സതീശൻ സാറായി ഭൂരിഭാഗം ആളുകളുടെയും ഇഷ്ടപ്രകാരം മലയാളികളുടെ, കേരളത്തിലെ ജനങ്ങളുടെ, ഹൈക്കമാൻഡിൻ്റെ അല്ല, ജനങ്ങളുടെ താല്പര്യപ്രകാരം തന്നെ ആയിക്കോട്ടെ. നല്ല കാര്യം. ഒന്നുമില്ലെങ്കിലും ചിരിച്ചോണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ അത്രയും മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുണ്ടല്ലോ സാധാരണക്കാരെ കെട്ടിപ്പിടിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ്. അദ്ദേഹം ലാലേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതിനു മുമ്പ് VD സതീശൻ സാർ പറയുന്ന കുറച്ച് കാര്യം നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ലാലേട്ടനിലേക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ, സ്വപ്നത്തിൻ്റെ, പ്രാർത്ഥനയുടെ തേരിലേറിയാണ് VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നു. രാഷ്ട്രീയം മറന്ന്, ജാതിമത പരിഗണനകൾ മറന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി വഴിപാടുകൾ നേരുന്ന, പള്ളികളിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന, എല്ലാ പ്രാർത്ഥനകളിലും പങ്കാളികളായ പതിനായിരങ്ങൾ, ഒരുപക്ഷെ എനിക്ക് വോട്ട് ചെയ്യാത്തവർ പോലും ഞാൻ ഈ സ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നെ കുറിച്ചോർത്ത് നിങ്ങൾ ഒരിക്കലും അപമാനഭാരത്താൽ തലകുനിച്ച് നിൽക്കേണ്ട സ്ഥിതി ഉണ്ടാക്കില്ല എന്ന്. ഞാൻ ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ വീണ്ടും അടിവരയിട്ടുകൊണ്ട് അത് ആവർത്തിക്കുന്നു. ഒരു പറവൂരുകാരനും അപമാനഭാരത്താൽ തലകുനിച്ചു നിൽക്കേണ്ട ഒരു കാര്യവും നിങ്ങളുടെ ജനപ്രതിനിധി ചെയ്യും. ബാക്കി കേൾപ്പിക്കാം. പറവൂരുകാരന് മാത്രമല്ല സാർ, സാറിന് വോട്ട് ചെയ്ത, അല്ലെങ്കിൽ സാറിനെ സ്നേഹിക്കുന്ന, വോട്ട് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, സാറിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കും നിങ്ങൾ കാരണം തല കുനിക്കാൻ ഒരു ഇട വരാതിരിക്കട്ടെ. മനസ്സിലായില്ലേ? അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. മമ്മൂക്കയെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ലാലേട്ടൻ്റെ ചില ഡയലോഗുകളാണ് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. ഇവിടെ ഫാനിസോ ഒന്നും അല്ല, ഇനി അതിൻ്റെ പേരിൽ ആരും അടി ഉണ്ടാക്കാൻ വരരുത്. കാരണം ലാലേട്ടൻ പറഞ്ഞത് വളരെ ആപ്റ്റായിട്ടുള്ളൊരു പോയിന്റ് ആയിരുന്നു. ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു വ്യക്തിയായിരുന്നു. അത് VD സതീശൻ സാറും പറയുന്നുണ്ട്, നിങ്ങൾ കാരണം. അതുകൊണ്ട് തന്നെ അതാണ് എൻ്റെയും ഒരു വിശ്വാസം. ആ മനുഷ്യൻ്റെ മനസ്സിൽ അതിപ്പോഴും ഉണ്ട്. അതൊരിക്കലും മറക്കാതിരിക്കട്ടെ. മറക്കില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് ഓർമ്മ വന്നാൽ, എല്ലാ ദിവസവും അദ്ദേഹം അതിനെപ്പറ്റി ചിന്തിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾക്ക് നല്ല കാര്യങ്ങൾ, നമുക്ക് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ അദ്ദേഹം കാരണം ഈ നാടിന്
ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബാക്കി ഇല്ല. നിങ്ങളുടെ ജനപ്രതിനിധി അധികാരത്തിന്റെ പത്രാസിന്റെ പുറകെ പോകില്ല. പാവപ്പെട്ടവനെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു സർക്കാരായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്നത്. ഓരോ നടപടികളും പാവപ്പെട്ടവന്റെയും ഇടത്തരക്കാരന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയായിരിക്കും. നമ്മുടെ കേരളം മനോഹരമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ആ ഒരു ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പാവപ്പെട്ടവൻ്റെയും ഇടത്തരക്കാരൻ്റെയും, മനസ്സിലായോ? സാധാരണ ഇതിന് മുമ്പുണ്ടായിരുന്ന മന്ത്രി പറയുന്നത് എപ്പോഴും പാവങ്ങളുടെ എടേ ഇടത്തരക്കാർക്കും കൂടെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും, മനസ്സിലായോ? ഈ പാവങ്ങളാണ് കുറച്ച് കഷ്ടപ്പെട്ടൊന്ന് ഇടത്തരത്തേക്ക് ആ ഒരു പൊസിഷനിലേക്ക് പിടികിട്ടിയില്ലേ, ഒരു മിഡിൽ ക്ലാസ്സിലേക്ക് എത്തുന്നത്. അതിവിടെ പലരും മറന്നു പോകാറുണ്ട്. പല ആളുകളും ആ കാര്യം ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തു സതീശൻ സാർ. അതിനൊരു കയ്യടി. വീണ്ടും ബാക്കി അതിനെ ലോകത്തിന്റെ മുന്നിൽ ഷോക്കേസ് ചെയ്യുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നടപടികളിൽ ഒന്നായിരിക്കും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. നമ്മുടെ ഈ മനോഹരമായ അറബിക്കടൽ, ഞാൻ പറഞ്ഞു നേരത്തെ, അദ്ദേഹം സിംഗപ്പൂരിനെ കുറിച്ചാണ് പറഞ്ഞത്. സിംഗപ്പൂരിന്റെ പ്രത്യേകത എന്താ? അതൊരു തുറമുഖ നഗരമാണ്. കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള കൃത്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ നിൽക്കുന്നത്. 2 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ടെർമിനലും 17 മിനി പോർട്ടുകളും 600 കിലോമീറ്റർ അറബിക്കടലുമുള്ള ഈ കേരളത്തെ നമ്മളൊരു തുറമുഖ നഗരമാക്കി മാറ്റും. തുടങ്ങും ഇപ്പോൾ തന്നെ. ഓക്കെ, ഒരു തുറമുഖ നഗരമാക്കി മാറ്റും. ആകട്ടെ ജോലിയില്ലാതെ പൈസയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവിടെ പണിയെടുത്തിട്ട് ഒന്നുമെന്നും എത്തിക്കാൻ, ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ പണിയെടുക്കുമ്പോൾ കൂടുതൽ കാശ് കിട്ടാനായിട്ടുള്ള ഒരവസരം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പുതിയ സർക്കാർ കാരണം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ സാധാരണക്കാരന്, മനസ്സിലായോ? തീരെ പാവപ്പെട്ടവർക്ക് മാത്രമല്ല, അവർക്കും വേണം. സാധാരണ മിഡിൽ ക്ലാസ് ആളുകൾക്കും വേണോടെ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീരെ താഴെത്തട്ടിൽ കിടക്കുന്നവരാണ് ഒന്ന് കഷ്ടപ്പെട്ട് മിഡിൽ ക്ലാസ്സിൽ വരുന്നത്. അവർക്ക് കുറച്ചും കൂടെ ഒന്ന് ഗ്രോ ചെയ്യാൻ പറ്റണം. അല്ലാതെ ഈ ഏറ്റവും താഴെ കിടക്കുന്നവരെ മാത്രം ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് മിഡിൽ ക്ലാസ് ഇവിടെ എന്തോരം മിഡിൽ ക്ലാസ് ആടേ. ഈ ഞാൻ ഉൾപ്പെടെ കുറച്ചും കൂടെ ഒന്ന് പോകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കത്തില്ലേ? നമുക്കും എല്ലാം അറിയണ്ടേ? വേണ്ടേ? നിങ്ങൾക്കറിയണ്ടേ? അറിയണം. ജീവിതത്തിൻ്റെ എല്ലാ നിലവാരങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കാൻ ഇവിടുത്തെ സർക്കാർ കാരണം എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവണം. അത് ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുണ്ട്. ഇനി തിരിച്ച് നമുക്ക് ലാലേട്ടനിലേക്ക് പോകാം. ലാലേട്ടൻ കുറച്ച് കാര്യം കൂടെ പറയുന്നുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ. Narcotics is a dirty business. കേരളം നേരിടുന്ന പല വെല്ലുവിളികളെ കുറിച്ച് മുമ്പ് ഞാൻ എൻ്റെ ബ്ലോഗുകളിൽ എഴുതിയിട്ടുണ്ട്. എന്നോട് തന്നെയുള്ള സംസാരങ്ങളായിരുന്നു ആ എഴുത്തുകൾ. ശുചിത്വം, പൗരബോധം, റോഡ് സംസ്കാരം, നിശബ്ദരായ മനുഷ്യരുടെ സഹനങ്ങൾ, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. പരിസര ശുചിത്വത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. മഴയും മഞ്ഞും വെയിലും മാറി മാറി വരുമ്പോൾ എത്ര രോഗങ്ങളാണ് കേരളത്തിൽ താവളമടിക്കാറുള്ളത്. ഇതിന് പലതിനും കാരണക്കാർ നമ്മൾ തന്നെയാണ് എന്നതാണ് സത്യം. ഒരു യുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ മനുഷ്യർ കേരളത്തിലെ റോഡുകളിൽ 1 വർഷം മരിക്കുന്നു എന്ന് ഞാൻ ഞെട്ടലോടെ ഒരിടത്ത് വായിച്ച കാര്യം ഞാൻ ഓർക്കുന്നു. മരിച്ചവരെക്കാൾ അധികമാണ് ഗുരുതരമായ പരിക്കേറ്റ് വീടുകളിലേക്ക് ഒതുങ്ങി ജീവിതം തകർന്ന് കഴിയുന്നവർ. ഈ 2 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എൻ്റെ ആകുലതകളായി വെക്കുകയാണ്. ആളെ കൊല്ലുന്ന റോഡുകളിൽ നിന്നും നാടിനെ നശിപ്പിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ ഒരു ചുവടുവെപ്പായിരിക്കും. മറ്റൊന്ന് മയക്കുമരുന്നാണ്. Narcotics is a dirty business എന്ന് എൻ്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ മയക്കുമരുന്ന് ഒഴുകുകയാണ്.
നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ കവാടത്തിൽ വരെ മയക്കുമരുന്ന് എന്ന വിപത്ത് ഇന്ന് എത്തിയിരിക്കുന്നു. ഉരുക്കുമുഷ്ടിയും ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നിൽ നിന്നാൽ മയക്കുമരുന്ന് എന്ന വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും. അതിനുള്ള കരുത്ത് ഈ ഗവൺമെന്റിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മതി. ലാലേട്ടൻ പറഞ്ഞ ആ 2 കാര്യങ്ങൾ. മാലിന്യ വിമുക്ത കേരളം അത്യാവശ്യമാണ്. ഈ മാലിന്യങ്ങളെല്ലാം ഇവിടെ കുന്നുകൂടിയിട്ട് എന്തോരം അസുഖങ്ങളാണ് അല്ലേ? എന്തോരം അസുഖങ്ങൾ. ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ കാശുണ്ടാക്കുന്നുണ്ട് കുറേ, നമ്മളൊക്കെ കാരണം. ഒരുപാട്. എങ്ങനെ? നമ്മൾ തന്നെ എറിയുന്ന പുറന്തള്ളുന്ന മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസ്പോസൽ പരിപാടികൾ ഇവിടെ ഇല്ല ഇപ്പോഴും. അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇവിടുത്തെ പുതിയ സർക്കാരിന് പറ്റിയാൽ വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ രണ്ടാമത് പറഞ്ഞ കാര്യം, ഇവിടുത്തെ പിള്ളേർ, സ്കൂളിലെ പിള്ളേർക്ക് പോലും ഇന്ന് ഈസിലി അവൈലബിൾ ആണ് സാധനം. നിന്നേ പറ്റുള്ളൂ. അത് നിന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും പുതിയ തലമുറയെല്ലാം തിരിഞ്ഞു പോകും. ഉറപ്പുള്ള കാര്യമാണ്. മനസ്സിലായോ? കാരണം ഓരോ ദിവസവും കഴിയുമ്പോഴും പല തരത്തിലുള്ള സാധനങ്ങളാണ് ഇവിടെയൊക്കെ അവൈലബിൾ ആണ് എന്നിങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞ് നമ്മളൊക്കെ കേൾക്കുന്നത്. വാർത്തയിലൂടെ തന്നെ പുതിയ ഓരോ സാധനത്തിൻ്റെയൊക്കെ പേര് കേൾക്കുന്നു. എന്തുവാടെ ഇതൊക്കെ എന്നിവിടെ നിന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. പുതിയ സർക്കാരിന് എന്തെങ്കിലുമൊക്കെ ലാലേട്ടൻ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ചെയ്യാൻ സാധിക്കട്ടെ. ഇല്ലെങ്കിൽ ചെയ്യണം. ഇനി VD സതീശൻ എന്ന വ്യക്തിയെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ശരിക്കുള്ള VD സതീശൻ എന്താണെന്ന്. ഒരമ്മ ആ ഒരു സ്റ്റേജിലേക്ക് വരുന്ന ഒരു ചെറിയ വീഡിയോ ക്ലിപ്പും കൂടെ ഉണ്ട്. ഇതും കൂടെ നിങ്ങളൊന്ന് കണ്ടു. ഒരമ്മയാണ്, നല്ല പ്രായമുണ്ട് കണ്ടോ. കയറി ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ട്. ഞാനതങ്ങ് ഓഫ് ചെയ്തതാണ്. ലാലേട്ടൻ അവിടെ നിൽപ്പുണ്ട്. ആ അമ്മ കയറി വരുന്നുണ്ട്. VD സതീശൻ സാറിനെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. നമ്മുടെ പഴയ മുഖ്യനാണെങ്കിൽ ഓടിച്ചേനെ. ഇപ്പം നേരെ ലാലേട്ടനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു സന്തോഷം, ഇത്രയും മതി. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇന്ന് എന്തോ ആ വ്യക്തി നമുക്ക് ചെയ്തു തന്നതുപോലെ ഇന്ന് കേരളത്തിൻ്റെ ഞാൻ വീഡിയോ ഇന്നലെ രാത്രിയിലാണ് ഇരുന്ന് ചെയ്യുന്നത്. നിങ്ങൾ തിങ്കളാഴ്ച ആയിരിക്കും ഈ വീഡിയോ കാണുന്നത്. സോ ഞായറാഴ്ച ഈ ഒരു പരിപാടി നടന്ന ദിവസം തന്നെ എന്തോ കേരളത്തിന് വേണ്ടി ആ വ്യക്തി ചെയ്തു കൊടുത്തതുപോലെയാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. മതി. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെങ്കിലും ഓരോ ദിവസവും ചെയ്യാൻ സാധിച്ചാൽ വേറെ ലെവലിലെത്തും നമ്മുടെ പുതിയ മുഖ്യമന്ത്രി എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായോ? കുറേ ആൾക്കാർ പറയും ഒരു കൈൻഡ് ഓഫ് പ്രൊമോഷനാണിതെന്നൊക്കെ. ആയിക്കോട്ടെ, വോട്ടെവർ. എന്ത് പ്രൊമോഷൻ അദ്ദേഹം ചെയ്താലും ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ സാധിച്ചാൽ, കെട്ടിപ്പിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെ അല്ലേ? ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. കൂടാതെ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. വേറൊന്നുമല്ല, മാക്സിമം ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എൻ്റെ വീഡിയോ നിങ്ങളൊന്ന് സ്ഥിരമായിട്ട് കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കമൻ്റ് എന്നല്ല, നമ്മുടെ ഈ തംബ്നെയിൽ ഉണ്ടല്ലോ, ഇതൊന്ന് അവോയ്ഡ് ചെയ്ത് തുടങ്ങണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. പ്രത്യേകിച്ച് ഈ മിസ്ലീഡിങ് തംബ്നെയിൽസ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ പ്രോപ്പറായിട്ട് അത്യാവശ്യം വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മിസ്ലീഡിങ് തംബ്നെയിൽസ് കൊണ്ട് വരില്ല. എനിക്കും അതിനോട് ഇപ്പോൾ താല്പര്യമില്ല, മടുത്തു തുടങ്ങി. പ്രോപ്പറായിട്ട് ജെന്യുവനായിട്ട് മാത്രം കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ തംബ്നെയിലും അത് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് മുന്നോട്ടിനി അങ്ങനെ തന്നെയായിരിക്കും.